ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരം എവറസ്റ്റ് കൊടുമുടി എന്ന് തന്നെയാണ്. എന്നാൽ ഏറ്റവും ആഴമുള്ള പ്രദേശം ഏതാണ്? അത് തീർച്ചയായും മരിയാന ട്രെഞ്ച് തന്നെയാണ്. ഇന്നും കണ്ടെത്താനാകാത്ത പല ദുരൂഹതകളും മറഞ്ഞു കിടക്കുന്ന കടൽ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ മരിയാന ട്രെഞ്ച്. അതേക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം. മറ്റു ഗ്രഹങ്ങളിലേക്ക് സാറ്റലൈറ്റുകളെ അയച്ച് ഗവേഷണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ സമുദ്രങ്ങളിലെ ആഴമുള്ള പ്രദേശങ്ങളെ ഗവേഷണം ചെയ്യാൻ കഴിയാത്തത്? കാരണം ആഴക്കടലിലെ കടുത്ത സമ്മർദ്ദവും സൂര്യപ്രകാശം വെറും 200 മീറ്ററുകൾ മാത്രം ഉൾപ്രവേശിക്കുന്നതുകൊണ്ടും 1000 മീറ്ററുകൾക്ക് മേൽ വെറും ഇരുട്ട് മാത്രമാണ്. മനുഷ്യനാൽ ശ്വസിക്കുന്ന ഉപകരണങ്ങളുടെ സഹായത്തോടെ വെറും 1000 അടി ആഴം വരെ മാത്രമേ പോകാൻ കഴിയൂ. എന്നാൽ അത്രയും ദൂരം വരെ പോകാൻ കഴിഞ്ഞാലും അവിടെ അധിക നേരം നിൽക്കുവാനും കഴിയില്ല. കാരണം അവിടുത്തെ കാലാവസ്ഥയും പരിസ്ഥിതിയും കടുത്ത സമ്മർദ്ദവും മനുഷ്യന്റെ ജീവന് പോലും ഭീഷണിയാണ്. മുങ്ങിക്കപ്പലുകൾക്ക് വരെ കടലിനുള്ളിൽ അധിക ആഴം പോകാൻ കഴിയില്ല. കാരണം കടുത്ത സമ്മർദ്ദം കാരണം കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുവാനുള്ള സാധ്യതകളും അധികമാണ്. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സമുദ്രപ്രദേശം പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മരിയാന ട്രെഞ്ച് തന്നെയാണ്. പസഫിക് സമുദ്രത്തിന്റെ അടിഭാഗത്തു നിന്നും ഡി ആകൃതിയിൽ കാണപ്പെടുന്ന ഈ താഴ്വര മരിയാന ദ്വീപുകൾക്ക് കിഴക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗവേഷകർ ഇത് നമ്മുടെ ലോകത്തിനുള്ളിലെ മറ്റൊരു ലോകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ മരിയാന ട്രെഞ്ചിന്റെ പ്രായം 180 മില്യൺ വർഷങ്ങളെന്നും ഗവേഷകർ പറയുന്നുണ്ട്. മരിയാന ട്രെഞ്ചിന് ഏകദേശം 11,000 കിലോമീറ്ററുകൾ വരെ ആഴവും 2550 കിലോമീറ്റർ നീളവും 69 കിലോമീറ്ററുകൾ വീതിയുമുണ്ട്. മരിയാന ട്രെഞ്ചിന് അടിഭാഗം 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 8 ടൺ വരെ സമ്മർദ്ദവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എവറസ്റ്റ് കൊടുമുടി പോലും ഇതിനുള്ളിൽ മുഴുവനായി മുങ്ങിപ്പോകും. അത്രയധികം താഴ്ചയുണ്ട് ഈ മരിയാന ട്രെഞ്ചിന്. 1957 സോവിയറ്റ് ഗവേഷകൻ വിത്യാസ് എന്ന കപ്പലിന്റെ സഹായത്തോടെ മരിയാന ട്രെഞ്ചിൽ ഏകദേശം 7 കിലോമീറ്ററുകൾ ആഴത്തിൽ ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ പല വിചിത്രമായ കടൽ ജീവികളെയും കണ്ടെത്തിയിരുന്നു. എന്നാൽ അധികം സാങ്കേതിക വിദ്യകൾ ഇല്ലാത്തതുകൊണ്ട് 7 കിലോമീറ്ററുകൾക്കപ്പുറം എന്താണിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇംഗ്ലണ്ട് നാവികസേനയുടെ ചാലഞ്ചർ എന്ന കപ്പലാണ് ആദ്യമായി 1960 മരിയാന ട്രെഞ്ചിന്റെ അടിഭാഗം വരെ ചെന്നത്. ലൈറ്റ് വേവുകൾ ഉപയോഗിച്ച് മരിയാന ട്രെഞ്ചിന്റെ ആഴം ഏകദേശം 11,000 കിലോമീറ്ററുകൾ എന്നതും കണ്ടെത്തിയിരുന്നു. അതിനുശേഷം 1995 കൈക്കോ എന്ന ആളില്ലാ മുങ്ങിക്കപ്പലും 2009 നീരിയസ് എന്ന മുങ്ങിക്കപ്പലും മരിയാന ട്രെഞ്ചിന്റെ അടിഭാഗം വരെ ചെന്ന് തിരിച്ചു വരികയും ചെയ്തു. ഇതുവരെ 3 പേർ മാത്രമേ മരിയാന ട്രെഞ്ചിന്റെ അടിഭാഗം വരെ ചെന്നിട്ടുള്ളൂ. അതിലൊരാൾ ലോകപ്രശസ്തമായ സിനിമാ സംവിധായകൻ ജെയിംസ് കാമറോൺ ആണ്. മറ്റവർ 2 പേരും അമേരിക്കയുടെ നാവികസേനയിലെ ഡോൺ വാൽസ് ജാക്കുസ് പിക്കാർഡ് എന്ന സൈനികരാണ്. ആദ്യമായി ആഴക്കടലിലെ കടുത്ത സമ്മർദ്ദത്തെ നിയന്ത്രിച്ച് മരിയാന ട്രെഞ്ചിന്റെ അടിഭാഗം വരെ ചെല്ലുന്ന ഒരു ഉപകരണത്തെ സ്വിറ്റ്സർലാൻഡിലെ അഗസ്റ്റെ പിക്കാർഡ്, അതായത് ജേക്കസ് പിക്കാർഡിന്റെ അച്ഛൻ നിർമ്മിച്ചിരുന്നു. പല പരിശോധനകൾക്കൊടുവിൽ 1960 8ാമത്തെ ശ്രമമായി മരിയാന ട്രെഞ്ചിന്റെ അടിഭാഗത്തേക്ക് ചെന്നു. 1 സെക്കൻഡിന് 0.9 എന്ന വേഗത്തിലാണ് അവർ യാത്ര ചെയ്തത്. ഏകദേശം 11,000 മീറ്ററുകൾ ആഴത്തിൽ വെള്ളത്തിന്റെ സമ്മർദ്ദം മറ്റു സമുദ്രങ്ങളെക്കാൾ 1100 തവണകൾ അധികമാണ്. അതായത് സ്ക്വയർ ഫീറ്റിന് 3 ടൺ എന്ന അളവിൽ സമ്മർദ്ദമുള്ളതുകൊണ്ട് അവർക്ക് 20 മിനിറ്റുകൾക്ക് കൂടുതൽ അവിടെ നിൽക്കുവാനും കഴിഞ്ഞില്ല. എന്നാലും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഉപകരണത്തിന്റെ കണ്ണാടി വഴി പല വിചിത്രമായ ജീവജാലങ്ങളെയും ചില രാക്ഷസ ജീവജാലങ്ങളെയും കണ്ടതായി അവർ പറഞ്ഞിരുന്നു. 1985 അമേരിക്കയിലെ ഒരു ഗവേഷണ സംഘം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന 9 മീറ്റർ നീളമുള്ള ഒരു ഉപകരണത്തെ കൊണ്ട് മരിയാന ട്രെഞ്ച് താഴ്വരയ്ക്കുള്ളിൽ എന്താണിരിക്കുന്നത് എന്നത് കണ്ടെത്തുവാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഈ ഉപകരണം കടലിനടിയിൽ ഒരു വിചിത്രമായ ശബ്ദത്തെയും രേഖപ്പെടുത്തി. അതോടൊപ്പം ഈ ഉപകരണത്തെ എന്തോ ഒരു ജീവി ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 5 മണിക്കൂറോളം നീണ്ട കഠിനമായ പരിശ്രമത്തിന് ശേഷം ആ ഉപകരണത്തെ പുറത്തെടുത്തപ്പോൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ട പല്ലടയാളങ്ങളും ചില ഉടഞ്ഞ പല്ലുകളും കണ്ടെത്തിയിരുന്നു. ഈ പല്ലടയാളങ്ങൾ 15 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നശിച്ചുപോയ മെക്ലഡോൺ എന്ന രാക്ഷസ സ്രാവിന്റെ ഇനമാകുമെന്ന് സംശയിക്കപ്പെടുന്നു. കാരണം 8 ടൺ വരെ സമ്മർദ്ദമുള്ള കടലിനടിയിൽ ഇപ്പോഴുള്ള ഏത് ജീവികളെ കൊണ്ടും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന മെക്ലഡോൺ എന്ന സ്രാവിന്റെ ഇനമാകുമെന്ന് സംശയിക്കാൻ കാരണം. അതുകൂടാതെ മനുഷ്യ കണ്ണുകൾ ഇന്നേ വരെ കാണാത്ത ഗോബ്ലിൻ ഷാർക്ക്, ആംഗ്ലർ ഫിഷ്, വൈപ്പർ ഫിഷ്, സീ കുക്കുംബർ, ബേരലൈ പോലുള്ള വിചിത്രമായ കടൽ ജീവികളും ഈ താഴ്വരയിൽ ജീവിക്കുന്നുണ്ട്. അതോടൊപ്പം മഞ്ഞൾ ചുവപ്പ് വർണ്ണങ്ങളിൽ പ്രകാശിക്കുന്ന വിചിത്രമായ റൊസാട്ട എന്ന ജെല്ലി ഫിഷും കണ്ടെത്തിയിരുന്നു. ഈ മരിയാന ട്രെഞ്ചിനെ മുഴുവനായി ഗവേഷണം ചെയ്യാൻ കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന പല ജീവജാലങ്ങളെയും കണ്ടെത്താൻ കഴിയുമെന്ന് ഗവേഷകർ പറയുന്നുണ്ട്.
ഈ ന്യൂസ് നിങ്ങളേവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.